श्याव्याभिविग्रह एकादशभिरुद्रै सुत एकादश्याढ्यादशजगल प्रभु अष्टादश दीपवति अष्टादश पुराणग्रह अष्टादशोदरी सृष्टि अष्टदानंदा सर्वे നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അടിയന്തരമായി ആ ഭാഗത്ത് മാറ്റി പാർക്ക് ചെയ്യുക. കാരണം ആനയുമായി വരുന്ന വണ്ടി യഥേഷ്ടം ശ്രീ മഹാഗണപതിയുടെ നാമമന്ത്രങ്ങൾ ജപം ചെയ്തുകൊണ്ടിരുന്ന ഈ പുണ്യഭൂമി ഒരുങ്ങുകയാണ്. ഹൈന്ദവ വിശ്വാസ മഹാത്മ്യങ്ങൾ പ്രദക്ഷിണം ചെയ്ത് പ്രണമിക്കുന്ന ഈ ചരിത്ര വിശ്വാസഭൂമിയിൽ പവിത്രമായ അവിട്ടം തിരുനാൾ മഹോത്സവത്തിന്റെ ധന്യതയൊരുങ്ങുകയാണ്. ഈ മഹനീയമാകുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി ഒരു ദേശമൊന്നാകെ ഈ നാടിന്റെ പൊന്നു തമ്പുരാനെ സമർപ്പിക്കുന്ന അതിവിശിഷ്ടമാകുന്ന ഈ പൊന്നിൻ സുദിനം അല്പസമയത്തിനകം ഭഗവാന്റെ അങ്കണത്തിൽ പ്രത്യക്ഷ ഗണപതി സങ്കല്പത്തിൽ ഗണപതി പൂജയും ആനയൂട്ടും ഒരുങ്ങുകയാണ്. 2015 തഴുത്തല ശ്രീ മഹാഗണപതിയുടെ വാതാരബന്ധങ്ങളിൽ ശിരസ് നമിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ തിരുവങ്കണത്തിൽ നിന്നും തിരുവൈക്കത്തപ്പന്റെ പുണ്യഭൂമിയിൽ നിന്നും പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് പുണ്യപുത്രനായ മഹാഗണപതിയുടെ ഈ മണ്ണിൽ നിന്നും ആരംഭം കുറിച്ച ഗജവിവരണം ഇടക്കാല ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഈ 2026 തഴുത്തല മഹാഗണപതിയുടെ തിരുവങ്കണത്തിലേക്ക് വന്നു ചേരുവാൻ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പാദപത്മങ്ങളിൽ സർവവും സമർപ്പിച്ച് വീണ്ടും ശ്രീ മഹാഗണപതിക്ക് ശിരസ് കൊണ്ടൊരു അഭിഷേകം സമർപ്പിച്ച് സർവവും സമർപ്പിച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ പുണ്യഭൂമിയിലേക്ക് വീണ്ടും വന്നു ചേരുവാൻ ഇവിടേക്ക്
വേദിയിലേക്ക് വന്ന് ചേരുവാൻ ഭാഗ്യമുണ്ടായതിൽ അതിനു വേണ്ടുന്ന ക്ഷണമുണ്ടായതിൽ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് വന്നു നിൽക്കുന്ന മുഴുവൻ സജ്ജനങ്ങളുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അനുവാദത്തോടുകൂടി തഴുത്തല ശ്രീ മഹാഗണപതിയുടെ തിരുവങ്കണത്തിൽ ഇന്ന് ആരംഭം കുറിക്കുന്ന ഈ ആനയോട്ടിന് ഗജവിവരണം ആരംഭം കുറിക്കുകയാണ്. ഈ മഹനീയമാകുന്ന സംരംഭത്തിൽ ഞങ്ങളോടൊപ്പം ശബ്ദ മിശ്രണ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മനോഹരമായി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കണ്ണനല്ലൂർ അവരുടെ മുഴുവൻ വിദഗ്ധരായ ടെക്നീഷ്യന്മാർക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്നവരെ മുഴുവനും ഈ തിരുവങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ ശിരസ് നമിച്ചുകൊണ്ട് മുഴുവൻ കൂട്ടുകാരുടെയും പ്രോത്സാഹനങ്ങളും ആരവങ്ങളും ആവേശങ്ങളും ഈ പുണ്യഭൂമിയിലേക്ക് ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭം കുറിക്കുന്നു. ഞാൻ ശൈലേഷ് വൈക്കം, ഒപ്പം അക്ഷരക്കൂട്ടങ്ങളെ വരമായി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഖിൽ ഷാജി അൻപതിൽ, ഒപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ കണ്ണൻ ശ്രീകുമാർ പരിമളം. താരങ്ങൾ വന്നെത്തിക്കഴിഞ്ഞു. കാലവും ചരിത്രവും ഇതിഹാസവും സാക്ഷിയായി നിൽക്കുമ്പോൾ താരസൂര്യന്മാരുടെ വരവിനും ചെവിയാട്ട് നിൽപ്പിനും സാക്ഷ്യം വഹിച്ച ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നുണ്ടിന്നൊരു ഗജനിര. കാലഭേദങ്ങളുടെ ചക്രവ്യൂഹം ഭേദിച്ച് എണ്ണം പറഞ്ഞ തമ്പുരാക്കന്മാരെ ഈ മണ്ണിലേക്ക് എത്തിച്ച ചരിത്രമുള്ള തഴുത്തലയിൽ എഴുന്നള്ളി നിന്ന് ആവേശം നിറച്ചിട്ടുണ്ട് എണ്ണം പറഞ്ഞ താരനായകന്മാർ. ഇതാനകളിൽ ആനയായി, ആന കേരളത്തിന്റെ രാജാവായി, ആവേശത്തിന്റെ അവസാന വാക്കായി സാക്ഷാൽ ചെമ്പട്ടണിഞ്ഞ തമ്പുരാട്ടിയുടെ ചെങ്കൂറ്റമുള്ള മകൻ, ഒരേ ഒരു ഏകഛത്രാധിപതി സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളി നിന്ന മണ്ണ്. ഇത് തഴുത്തലയുടെ മണ്ണ്. നായകനായി സാക്ഷാൽ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു അടക്കി ഭരിച്ചിട്ടുള്ള മണ്ണ്, തഴുത്തലയുടെ മണ്ണ്, തഴുത്തല തമ്പുരാൻ വാഴുന്ന മണ്ണ്. നാട്ടുരാജാവും ഇത് നേരിട്ട രീതി കൊണ്ട് ആരാധകരെ തന്നോട് ചേർക്കുന്ന ഗജരാജ ലക്ഷണ പെരുമാൾ, പാമ്പാടി രാജൻ വന്ന് പലകുറി വന്നു ചേർന്ന മണ്ണ്. ഇത് തഴുത്തലയുടെ മണ്ണ്, തഴുത്തല തമ്പുരാൻ വാഴുന്ന മണ്ണ്. പോലെ പതിവ് പോലെ അവൻ വന്നു ചേരും ഇവിടേക്ക്. പേരും പെരുമയും നിറഞ്ഞ വീരന്മാർക്ക് നായകനായി പാമ്പാടി നാട്ടിൽ നിന്നും വന്നെത്തും. പെരുമാളിന്റെ സോദരനായി പേരെടുത്ത സുന്ദരൻ, സാക്ഷാൽ ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ, സൗന്ദര്യ ശ്രീമാൻ ഗജരത്നം പാറന്നൂർ നന്ദനും. ഗജസൗന്ദര്യം നിറച്ചാർത്തെടുക്കുന്ന ഈ ചൈതന്യ ഭൂമിയിൽ മറ്റൊരു വീരനായകനായി നിറയും. പൂരനഗരിയിൽ നിന്നും മറ്റൊരു ആൺകുട്ടി, ചീരോത്ത ആൺകുട്ടി, ഇവിടം ഭരിച്ച, ഇവിടം നയിച്ച രാമരാജാവിന്റെ രൂപഭാവങ്ങളിൽ ആവാഹിച്ചവതരിക്കും ഗജശ്രേഷ്ഠൻ ചീരോത്തു രാജീവൻ. തമ്പുരാന്റെ മണ്ണിലേക്ക് ഇതാ വരികയാണ് പരിമളത്തമ്മയുടെ മാനസപുത്രൻ. ഇതാരെന്ന ചോദ്യത്തിന് ഞാനെന്ന മറുപടി കൊടുക്കാൻ ദേശിംഗനാട് ഒരുക്കി വച്ചിരിക്കുന്ന മൂർച്ചയേറിയ വജ്രായുധം. കാലം കടക്കുന്തോറും കീർത്തിയുടെ പകിട്ടേറുന്ന യുവതാര സൂര്യൻ കടന്നു വരുന്നു. ദേശിംഗനാടിന്റെ പൊന്നു തമ്പുരാന്റെ അമ്പലമുറ്റത്തേക്കവൻ ദുർഗാദാസ പ്രജാപതി, ഗജലോക സമാധാന പ്രിയൻ, പരിമളം വിഷ്ണു. ഇതാ തന്റെ സാരഥിമാർ കുഞ്ഞൻ വിഷ്ണുവിന്റെയും കടമ്പനാകുളങ്ങര ശ്രീജിത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. ഇവൻ പ്രതിസന്ധികളുടെ പാഴ്സരങ്ങൾക്കൊന്നും തടുത്തു നിർത്താനും അടക്കി ഭരിക്കാനും കഴിയാത്ത ഒന്നാം നിര യുവത്വം. ശാന്തതയുടെ വേലിക്കെട്ടുകൾക്കിടയിൽ നിന്നും യോഗ്യതയുടെ സിംഹാസനങ്ങളിലേക്ക് കുതിക്കുന്നവൻ.
എണ്ണം പറഞ്ഞവർക്ക് മാത്രം എന്നും സ്ഥാനം ലഭിക്കുന്ന തേക്കിൻ കാട്ടിൽ തെക്കിന്റെ രാജദൂതുമായി കടന്നു ചെന്ന കൊല്ലം നാട്ടുകാരൻ. തെക്കൻ നാട്ടിൽ നിന്നാലും വടക്കൻ നാട്ടിലേക്ക് ചെന്നാലും ആരാധകർ ഏറെ കാത്തിരിക്കുന്ന വിഷ്ണു ദുർഗാദാസ പ്രജാപതി പരിമളം വിഷ്ണു. കൊല്ലത്തിനൊത്ത ഗാന്ധിയുള്ളപ്പോൾ വില്ലത്തരങ്ങളൊന്നും വേണ്ടെന്ന വാശിയുള്ളവൻ, പിറന്നതാനയായെങ്കിൽ വളർന്നതാനകളിൽ ആണായി തന്നെ എന്ന് തെളിയിച്ചവൻ, ശാന്തതയുടെ മുഖമുദ്രതയ്ക്കും അപ്പുറം സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായി മാറുന്ന എണ്ണം പറഞ്ഞ യുവകം ഗജരാജ കേസരി പരിമളം വിഷ്ണു. പൂരനഗരിയുടെ രാജഭൂമിയിലെത്തി സാക്ഷാൽ രാമരാജാവിനോട് വരെ കൂടിക്ക് എഴുന്നള്ളിയവൻ വന്നിരിക്കുകയായി. പൂരങ്ങളുടെ പൂരവും താരനായകത്വത്തിന്റെ രീതിയും തന്റെ രീതിയിലേക്ക് ചേർത്തു നിർത്തിയവൻ വന്നിരിക്കുകയായി. ചാലിശ്ശേരി പൂരത്തിന്റെ ആവേശത്തിൽ ചരിത്രം ഇതിഹാസമാക്കി തീർന്ന യുവരാജ കുലപതി വന്നിരിക്കുകയായി. ചീരംകുളത്തിന്റെ പൂരഭൂമിയിൽ ചെറുതല്ലാത്ത ആവേശം നിറച്ച് കുന്നംകുളം നാട്ടിൽ പേരെടുത്തവന്റെ വരവിത തെക്കൻ മണ്ണിന്റെ വടിത്തട്ടിൽ നിന്നും തർക്കമില്ലാതെ ആവേശങ്ങളിലേക്ക് കുതിച്ചുയർന്ന ഗജഭേരീത അലയടിക്കുന്ന കടലിന്റെ ആവേശത്തിന് കാതോർത്താണ് കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ചുവടുവെച്ചവൻ. അഴകോടെ വാടുവാൻ അവതാരത്തിൽ ഒന്നാമനാകുവാൻ ശ്രീ ദുർഗാ തമ്പുരാട്ടി കാവൽ നിൽക്കുന്ന താരയുവത്വം ഈ നാടിന്റെയും ഈ ഭരാജ മലയാളത്തിന്റെയും അഭിമാന താരം ആന കേരളത്തിന്റെ പരിമളംകാരൻ ദുർഗാദാസ പ്രജാപതി പരിമളം വിഷ്ണുവിനും സാരഥി മാർഗം തഴുത്തല തമ്പുരാന്റെ പൊന്നാനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. മികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്റിവെക്കുന്ന വേദികളിൽ സൗന്ദര്യ പെരുമ കൊണ്ട് മഹിമ കാണിക്കുവാൻ ഇതാ കടന്നു വരികയാണവൾ. മധ്യകേരളത്തിന്റെ അഭിമാനമായി മാറി ആവേശത്തിന്റെ വേദികൾ നയിക്കുവാൻ പോകുന്നവൾ ഗജറാണി മണിമല സുന്ദരി. മികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്റിവെക്കുന്ന വേദിയിൽ സൗന്ദര്യ പെരുമ കൊണ്ട് മഹിമ കാണിക്കുവാൻ കടന്നു വരികയാണ് സൗന്ദര്യ ചന്തം. അതെ, മധ്യകേരളത്തിന്റെ അഭിമാനമായി മാറിയ ആവേശത്തിന്റെ വേദികൾ നയിക്കാൻ പോന്നവൾ ഗജറാണി മണിമല സുന്ദരിയുടെ വരവാണിത്. വളവിനാൽ എണ്ണപ്പെട്ട മണ്ണിൽ അതിനൊത്ത പെരുമ കൊണ്ടും പേരെടുത്ത് മടങ്ങുന്ന നാരീരത്നം ഗജറാണി മണിമല സുന്ദരിയുടെ വരവ്. തനിക്കുതാൻ പോകുന്ന സൗന്ദര്യ പെരുമ കൊണ്ട് താരമൂല്യം അരക്കെട്ടുറപ്പിച്ച സുന്ദരിയുടെ നേരത്ത് അണിഞ്ഞൊരുങ്ങി എഴുന്നള്ളി നിൽക്കുന്ന മാതംഗചന്തം. ആവേശം കൊണ്ട് ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചടകിന്റെ സുന്ദരിക്കുട്ടി. വടക്കൻ വനാന്തര ശോഭയിൽ നിന്നും മധ്യ 20-ാം കോടിന്റെ മഹിമയ്ക്ക് അഴക് നിറയ്ക്കാൻ എഴുന്നള്ളി വരുന്ന സുന്ദരി. സുന്ദരിക്കും സാരഥി മാർഗം തഴുത്തല പൊന്ന തമ്പുരാന്റെ അവിട്ടം തിരുനാൾ പൊന്നാനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ചരിത്രം നിറഞ്ഞ തഴുത്തലയിലേക്ക് ഇനി കടന്നു വരികയാണ്. ആന കേരളത്തിന്റെ കൊച്ചുമീനാണ്. പുതുമയുള്ള കാലത്തിന്റെ ആവേശങ്ങളെ അടിപൊളി നെഞ്ചിലേറ്റുവാൻ പുത്തൻ അടവുകൾ പയറ്റി തെളിഞ്ഞ് അവതരിക്കുകയാണവൻ. യുവകേസരി മീനാട് കേശു തെളിയിച്ച് സാരഥി ആദിനാട് അച്ചുവിന്റെ കൈകൾ പിടിച്ചു വരികയാണ് കേശു. ഗ്രൂപ്പിലെ വിജയതിലകം സമ്മാനിക്കുന്നവൻ ശ്രീ വടക്കൻനാഥന്റെ യാനയൂട്ടിലൂടെ വടക്കൻ കേരളത്തിന്റെ ഹൃദയശിലകളിൽ പടർന്നു കയറിയ ആവേശം. വടക്കൻ ഭൂമിയിലെ എണ്ണം പറഞ്ഞ ആവേശങ്ങൾ എത്ര യുവത്വം കൊണ്ട് യോഗ്യത കുറിച്ചിട്ടവൻ. തെക്കൻ മലയാളത്തിന്റെ മണിത്തത്തിൽ നിന്ന് ഉത്സവ കേരളം കീഴടക്കുവാൻ ഇറങ്ങിച്ചെല്ലുന്ന ഉറച്ച വാഗ്ദാനങ്ങളുടെ എഴുവൻ വരികയായി. ചരിത്ര വിശ്വാസങ്ങളുടെ വിലനിലമായ കൊല്ലം മണ്ണിന്റെ ഹൃദയഭൂമിയിൽ തഴുത്തലയുടെ ആവേശം കൂടുവാൻ ഈ നാടിന്റെ
നിറപര്യായമായ ഗജസ്വരൂപം. ഇവൻ തെക്കൻ മലയാളത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉത്സവ കേരളത്തിന്റെ ഹൃദയം കീഴടക്കുവാൻ കച്ചമുറുക്കി ഇറങ്ങുന്ന യുവരത്നം, യുവരാജ കേസരി മീനാട് കേശു. ഹൃദ്യമായ സ്വാഗതം, സുസ്വാഗതം. വന്നുചേരുന്നു മീനാട് ശ്രീ ധർമ്മശാസ്താവിനെ തൊഴുതു വണങ്ങി ഉത്സവാവേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുന്നവൻ. തികഞ്ഞാന ചന്തങ്ങൾക്കെന്ന് മകതാറിൽ സ്ഥാനം നൽകുന്ന ആനക്കമ്പക്കാരുടെ പൂരം നടക്കുന്ന തൃശ്ശൂർ പേരൂരിൽ അഴകെട്ട് നിറവസന്തം ചാർത്തുന്ന പവിത്രമായ ആചാരങ്ങളുടെ പൂജനീയമായ പുണ്യഭൂമിയിലേക്ക് എന്നുമെന്നും അഴക് വിരിയിച്ചൊരുക്കുന്ന പാറന്നൂരിന്റെ ഗജതാരകം, പാറന്നൂരിന്റെ പേരും പെരുമയും വാനോളം ഉയർത്തിയ ശാന്ത സുന്ദര ഗജരാജൻ, ഗജസൗമ്യൻ പാറന്നൂർ നന്ദൻ. വരികയായി പുതുമയെന്നും അലങ്കാരമാക്കിയപ്പോഴും പൂരനഗരിയുടെ പൊന്മണ്ണ് കൈവിടാത്ത കാത്ത മാതംഗമാണിക്യം ഗജരാജൻ പാറന്നൂർ നന്ദനും സാരഥി മാർഗം തഴുമ്പല പൊന്നു തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക് ഈ ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. മാറ്റങ്ങളില്ലാത്ത മാതംഗ പെരുമയുമായി തഴുത്തലയുടെ മണ്ണ് വീണ്ടും ഒരുങ്ങി നിൽക്കുമ്പോൾ തെക്കൻ തട്ടകത്തിൽ നിന്നും തന്നെ വഴി നടത്തുവാൻ
ഇരുകയും നീട്ടി സ്വീകരിച്ച വടക്കിന്റെ തട്ടകങ്ങളിൽ ദേശപൂരങ്ങൾക്ക് നായകത്വം വഹിച്ച ധീരനായ മീനാടൻ. കാലത്തിന്റെ ഇടനാഴിയിലും ചരിത്രം തനിക്ക് അകമ്പടിയാക്കി വളരുവാൻ തീരമടിക്കാത്ത മീനാടൻ. പകരം വയ്ക്കാനില്ലാത്ത പ്രൗഢി കൊണ്ട് തെക്കൻ മലയാളം തന്റെ കാൽച്ചുവട്ടിൽ അടക്കി ഭരിക്കുന്ന മീനാടൻ. മീനാട് നാട്ടിലെ ഒന്നാമൻ ശ്രീ ഭൂതനാഥ പ്രിയൻ സാക്ഷാൽ മീനാട് ശ്രീ വിനായകനും സാരഥിമാർഗം തഴുത്തല തമ്പുരാന്റെ മണ്ണിലേക്ക് സ്വാഗതം, സുസ്വാഗതം. യുവജന സമിതി ഈ വർഷം ഭഗവാന്റെ മണ്ണിൽ ഒരുക്കുന്ന മാതന്റെ കാണിക്ക ഉത്സവ കേരളത്തിന്റെ അഭിമാനമായ യുവചട്ടക്കാരൻ പെരുന്ന സതീശന്റെ കൈകൾ പിടിച്ചുകൊണ്ട് തഴുത്തല ഗതമേള കൂടുവാൻ വരികയാണവൻ. ആടത്തമുള്ള ഒരാൺകുട്ടിയെ കാത്തിരിക്കുന്ന കരുനെല്ലൂർ അമ്മയ്ക്ക് കാലം സമ്മാനിച്ച കരിവീര വസന്തം. താരങ്ങളിലെ രാജകുമാരൻ താൻ തന്നെ എന്ന പൂരനഗരിയിൽ വരെ പോയി കാണിച്ചു കൊടുത്ത അതേ പേരൂര മല്ലന്മാരെ വരെ മുട്ടു വിറപ്പിക്കാൻ തെല്ലും മടിക്കാത്ത ആവേശത്തോടെ വില്ലും ചെറുകളെന്ന കൊല്ലം നാടിന്റെ പേരൂര തുല്യമായ സ്നേഹം നെല്ലുപേരും കുറയ്ക്കാതെ നൽകി കണ്ണിലുണ്ണിയായി വളർത്തുന്ന പേരൂരുകാരുടെ അഭിമാനമായ പേരൂര. കണ്ടാടിയാരും പരിവാരങ്ങളും കോട്ടകെട്ടി കാക്കുന്ന കൊല്ലം നാടിന്റെ സ്വന്തം സ്വന്തം പേരൂര. എണ്ണം പറഞ്ഞ പേരുകളിൽ ചന്തം നിറച്ചെഴുന്നള്ളിയുന്ന ചന്തമുള്ള ഓരോ പേരൂര. സാക്ഷാൽ ഭഗവതി പ്രിയനാഥന്റെ സൂര്യൻ പേരൂർ ശിവൻ. ശ്രേഷ്ഠന്മാർക്കും ആനയൂട്ടൊരുങ്ങുകയാണ്. ഈ പുണ്യഭൂമിയിലേക്ക് അതിവിശിഷ്ടമായി ഒരുങ്ങുന്ന ഈ മഹനീയമാകുന്ന പുണ്യഭൂമിയിൽ ആനനീരാട്ടിനായി ഓരോ കരിവീര ശ്രേഷ്ഠന്മാരും
കടന്നു വരുമ്പോൾ ആദ്യമായി ആന നീരാട്ടിനെ കടന്നു വരുന്നത് പരിമണത്തമ്മയുടെ മാനസപുത്രനായി, പരിമണത്തമ്മയുടെ ആരോമൽ പുത്രനായി തടുത്തല മഹാഗണപതി തമ്പുരാന ശിരസ്സിന് പീഠമൊരുക്കാൻ ദേവസ്വം ആനയായി ഈ പുണ്യഭൂമിയിൽ നിയോഗം കിട്ടിയിരിക്കുന്ന സാക്ഷാൽ ഗജരാജ സൗന്ദര്യം പരിമണം വിഷ്ണുവിനെ ആന നീരാട്ടിന് വേണ്ടി സാദരം ക്ഷണിക്കുകയാണ്. നീലാണ് കേശു. കരുണലൂരമ്മയുടെ മാനസപുത്രനായ മേലൂർ ശിവൻ. ആനനീരാട്ട് പ്രൗഢോജ്വലമായി നടത്തപ്പെടുകയാണ്. ഭക്തജന സഹസ്രങ്ങളുടെ തിരുമുമ്പിൽ ഓടങ്കല്ലുങ്കൽ തറവാട്ടിലെ തലമുതിർന്ന താരം പാമ്പാടി സുന്ദരൻ. ചോറുരുളകളും ഫലദ്രവ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി മനോഹരമായ ഈ ആനയോട്ട് ഭഗവാന്റെ മണ്ണിൽ ഒരുങ്ങുമ്പോൾ ഈ ദൃശ്യവിസ്മയം പൊന്നാട അലങ്കാരങ്ങളൊന്നുമില്ലാതെ ഗജസൗന്ദര്യം ആസ്വദിക്കുവാൻ സാധിക്കുന്ന ഈ മനോഹരമായ വിസ്മയ കാഴ്ചകളിലേക്ക് മുഴുവൻ സജ്ജനങ്ങളെയും സാദരം ക്ഷണിക്കും. No.
കണ്ണുകൾക്കും കാതുകൾക്കും മനസ്സിനും ഒരുപോലെ കുളിർന്നേകുന്ന ഗജവീരന്മാരൊക്കെയായി ഭഗവൽ സന്നിധിയിൽ 8 മണി മുതൽ കുടമാറ്റം നടത്തപ്പെടുകയാണ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ പുണ്യഭൂമിയിൽ വീണ്ടും ആനയൂട്ടിന്റെ വിവരണത്തിന് വന്നു ചേരാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ച ഈ ആനയൂട്ടിന്റെ മുഴുവൻ ഭാരവാഹികൾക്കും 1000 നന്ദിയും സ്നേഹവും സമർപ്പിച്ച് ഈ ഗജവിവരണം ഭഗവാന്റെ മണ്ണിൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ശിരസ് നമിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം മറ്റൊരു അവസരത്തിൽ ആനയടി പൂരത്തിന്റെ ഭാഗമായി 62-ൽ പരം ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയടി ഗജമേളയ്ക്ക് ഗജവിവരണത്തിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു. ഞാൻ സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം. ഒപ്പം എന്നുമെന്നും ഗജവിവരണത്തിനായാലും ഏത് കാര്യങ്ങളിലായാലും അക്ഷരക്കൂട്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ അഖിൽ ഷാജി. ഒപ്പം ഈ സമയം വരെ മറ്റവസരങ്ങളിലും എന്നും കൂടെ നിൽക്കുന്ന BGM സ്കോറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ കണ്ണൻ ശ്രീകുമാർ പരി. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. എല്ലാവർക്കും തടുത്തലെത്തുമ്പോഴാണ് അവർക്കും തിരുനാൾ മഹോത്സവത്തിന്റെ ആശംസകൾ ഞങ്ങൾ സ്നേഹപൂർവ്വം നൽകുന്നു. വീണ്ടും ഇവിടേക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇത്രയും നേരം ശബ്ദ മിശ്രണ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മനോഹരമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സോൺസ് ലൈറ്റ് ആൻഡ് സൗണ്ട്സിലെ മുഴുവൻ ടെക്നീഷ്യന്മാർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമാകുന്ന നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സർവവും ഗണപതി ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി ആനയുടെ തമ്പുരാന്റെ മണ്ണിലേക്ക്. ഒപ്പം 1000 സ്നേഹം, നന്ദി. സ്നേഹത്തോടുകൂടി ശൈലേശ്വരൻ.